വുമൺ എൻ്റർപ്രണേഴ്സ് ഒരുപാട് വരുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഒരുപാട് ജോലി ഒരേ സമയത്ത് ചെയ്യുന്നുണ്ട്. എന്താ തോന്നിയിട്ടുള്ളത്? ഞാനത് പറഞ്ഞ് ഒരുപാട് ഒരുപാട് തെറിവിളി കിട്ടിയിട്ടുള്ള സബ്ജക്റ്റാണ്. നമ്മൾ ആവശ്യമില്ലാതെ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പല കോർണറിൽ നിന്നൊക്കെ എനിക്കിങ്ങനെ മെസ്സേജൊക്കെ വരും. ഞാൻ അവരോടൊക്കെ തിരിച്ചു പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഈ ലോകത്ത് ഒരു സിസ്റ്റത്തെ, സംവിധാനത്തെ ഏറ്റവും നന്നായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് സ്ത്രീക്കാണ്. അതിൻ്റെ തെളിവ് എവിടെയും ചോദിച്ചാൽ വീട്ടിൽ പോയാൽ മതി. ഉമ്മയാണ്. ഉപ്പ ജോലിക്കൊക്കെ പോവും. മണി മേക്കിങ്ങും മണി മാനേജിങ്ങും രണ്ടാണ്. മണി മേക്കിംഗ് ഒരു ഉപ്പാടെ ജോലിയാണെന്ന് വെച്ചോ, ഫോർ ദ സേക്ക് ഓഫ് കീപ്പിംഗ് മാൻ ആസ് ദി സോഴ്സ് ഓഫ് ഇൻകം ജനറേഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പുരുഷനാണ് വീട്ടിൽ പോയി അല്ലെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്ത് സമ്പത്ത് കൊണ്ടുവരുന്നത് ധർമ്മം പുരുഷൻ്റെ ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് എടുക്കുമ്പോൾ തന്നെ ആ കൊണ്ടുവന്ന സമ്പത്ത് അത് മാനേജ് ചെയ്ത്, അത് എക്സിക്യൂട്ട് ചെയ്ത്, അത് പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവിടെ ഉമ്മയായിരിക്കും അല്ലെ അമ്മയായിരിക്കും. അപ്പോൾ വീട് എന്ന സിസ്റ്റം പോലും റൺ ചെയ്യുന്നതിൻ്റെ വലിയൊരു റോള് സ്ത്രീക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നതും ഇതുപോലൊരു സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റത്തിൽ മണി മാനേജിങ്, ഫൈനാൻസ്, HR, അഡ്മിൻ, ബാക്ക് എൻഡ്, ഫ്രണ്ട് എൻഡ്, ഇവിടെയൊക്കെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സ്ത്രീകൾക്ക് സാധിക്കുമെന്ന് ഞാൻ പറയാൻ കാരണം, ഒന്ന് അവരുടെ ഇമോഷണൽ മാനേജ്മെൻറ്റ് പവറാണ്. സ്ത്രീകൾക്ക് ഇമോഷൻസ് ഒരു പരിധിവരെ സ്ട്രോങ് ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും, വേറെ പുരുഷന്മാർ പലപ്പോഴും അതിൽ വീക്കാവാറുണ്ട്. സോറി ടു സേ ദിസ്. ഞാൻ കണ്ട 10 9 സ്ത്രീകളും ടെൻഷൻ വന്നാൽ പുറത്തിറങ്ങി സിഗരറ്റ് വലിക്കാറില്ല. ഞാൻ കണ്ട 10 സ്ത്രീകളും ടെൻഷനും പ്രഷറും ആൻസൈറ്റിയും വന്നാൽ ബാറിൽ പോയി 2 പെഗ് അടിക്കാറില്ല. നമ്മളെ ചേട്ടന്മാർ ചെയ്യും. ഞാൻ കണ്ട 10 3, 4, 5 ആൾക്കാർ ടെൻഷനും സ്ട്രെസ്സും വന്നാൽ പുറത്തു പോയി സ്മോക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ ദേ ഗെറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് അഡിക്ഷൻ ഇഷ്യൂസസ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇമോഷണലി സ്ട്രോങ് അല്ല. അതായത് നമ്മളുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ ടാർഗറ്റ് മീറ്റ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ വിചാരിക്കുന്ന ഡയറക്ഷനിലൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, പുരുഷന്മാർ വീക്കാവുന്നിടത്ത് സ്ത്രീകൾ സ്ട്രോങ് ആവും. അവർ ആ സിറ്റുവേഷൻ്റെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഗ്രൗണ്ടഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ വൾണറബിളായിട്ട്, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് ഓൺട്രപ്രണർഷിപ്പിൽ വളരെ വലിയൊരു ബ്രൈറ്റ് ഫ്യൂച്ചറുണ്ട്. അപ്പോൾ അത് ഞാൻ ആത്മീയമായിട്ട് നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഓൺട്രപ്രണർ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ലോകത്തിൻ്റെ ഗുരു പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഓണറായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അദ്ദേഹത്തിന് എംപ്ലോയ്മെൻറ്റ് കൊടുത്ത ഒരു ഓൺട്രപ്രണറായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അത് ലോകത്തിൻ്റെ ഗുരുനാഥനെ തൻ്റെ തൊഴിലാളിയാക്കിയ ഒരു സ്ത്രീയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. എന്തുകൊണ്ടായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ പ്രവാചകനായ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചത്? വൺ ഓഫ് ദ റീസൺ വാസ് ഹിസ് ബിസിനസ് സ്കിൽസ്. ആളുടെ ഓണസ്റ്റി, ആളുടെ ട്രാൻസാക്ഷണൽ പവറൊക്കെ കണ്ടപ്പോഴാണ് അവർ ഈ പറഞ്ഞ ഒരു അലയൻസിലേക്ക് പോയത് തന്നെ. അപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ശ്രേഷ്ഠനായ മഹാനായ ഒരു ഗുരുവിനെ ഒരു തൊഴിലാളിയാക്കി അവരുടെ ബിസിനസ് സാമ്രാജ്യം വളർത്താൻ സാധിച്ചത് ഒരു സ്ത്രീക്കാണ്. അപ്പോൾ അതിനേക്കാൾ വലിയ എന്ത് റെഫറൻസാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക? പിന്നെ അങ്ങോട്ട് തിരിച്ചു വന്നാൽ ഇന്ന് പലപ്പോഴും നമ്മളുടെ റിലീജിയസ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ പലരും വിമർശനമൊക്കെ പറയാറുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് ഒരുപാട് തെറിവിളി കിട്ടിയിട്ടുണ്ട്, വിമർശനം കിട്ടിയിട്ടുണ്ടെന്ന്. ബട്ട് സ്റ്റിൽ ഐ വിൽ സ്റ്റാൻഡ് ഫോർ ദ ഫാക്ട് ദാറ്റ് ഐ ബിലീവ് മനുഷ്യൻ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കാനും തേടാനും നേടാനും കൊടുക്കാനും ഒക്കെ ജനിക്കപ്പെട്ടതാണ്. നമ്മളാരും സൃഷ്ടിക്കപ്പെട്ടത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിനകത്ത് നിൽക്കാനല്ല. എല്ലാവരും സൃഷ്ടിക്കപ്പെട്ടത് പുറത്തിറങ്ങി മനുഷ്യന് വേണ്ടി, മനുഷ്യന്മാരുടെ പ്രയാസങ്ങൾക്ക് വേണ്ടി, മനുഷ്യന്മാരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാനാണ്, അല്ലാതെ വെറുതെ ഇരിക്കാനല്ല. അപ്പം അതിനർത്ഥം ഞാൻ പറയുന്നത്, സ്ത്രീകളെല്ലാവരും നാളെ മുതൽ കോട്ടും സൂട്ടും ഇട്ട് പുറത്തിറങ്ങിയിട്ട് ജോലി ചെയ്യണം എന്നല്ല.
യുനോ ഇഫ് യു ഹാവ് ദാറ്റ് പാഷൻ ആൻഡ് ഫയർ, നമുക്കിപ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഒരു ഒരു കാഴ്ചപ്പാട് തോന്നുകയാണ്, എൻ്റെ മുന്നിലെ ഇന്ന പ്രശ്നം എനിക്ക് പരിഹരിക്കാനായിട്ടൊരു സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ട് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ then you have to get out from your zone and do it.